ശ്ലോക 34. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭവതി നവാത്മാനമനഘം അധശേഷശേഷീത്യയം ഉഭയസാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസപരമാനന്ദപരയോः. ശരീരം ശരീരം ത്വം ഭവതി തന്നെ ശംഭോ ശിവന്റെ ശശിമിഹിരവക്ഷോരുഹയുഗം ചന്ദ്രസൂര്യന്മാരെന്ന രണ്ട് സ്ഥലങ്ങളോട് കൂടിയ തവ നിൻ തിരുവടിയുടെ ആത്മാനം ദേഹം മന്യേ ഞാൻ വിചാരിക്കുന്നു ഭവതി ഹേ ദേവി നവാത്മാനം നവാത്മകവും അനഘം പരിശുദ്ധവുമായ അത അതിനാൽ ശേഷ ശേഷം ശേഷി ശേഷി ഇതി എന്ന് അയം ഈ ഉഭയ രണ്ടു പേർക്കും സാധാരണതയാ തുല്യമായി സ്ഥിത ഉള്ളതാകുന്നു സംബന്ധ ബന്ധം വാം നിങ്ങൾക്ക് സമരസ പരമാനന്ദ പരയോഹോ തുല്യരസഭാവത്തെ പ്രാപിച്ച പരമാനന്ദ രൂപികളായ ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി തവാത്മാനമനഘം അധശേഷശേഷിത്യയമുഭയ സാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസ പരമാനന്ദപരയോഹോ. ചന്ദ്രസൂര്യന്മാരെന്ന സ്തനയുഗങ്ങളോട് കൂടിയ ശിവന്റെ ശരീരം ഭവതിയുടേതു തന്നെ അല്ലേ ദേവി. ഭവതിയുടെ ദേഹം നാദ ബിന്ദു കലാ ജീവരൂപാദി നവവ്യൂഹാത്മകവും പരിശുദ്ധവുമാണെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ പരസ്പര തുല്യതയാർന്ന പരമാനന്ദ പരരൂപികളായ നിങ്ങൾക്കിരുവർക്കും ശേഷം, അതായത് പ്രധാനം ശേഷി അപ്രധാനം എന്നീ ഈ ബന്ധം തുല്യമായി ഉള്ളതാകുന്നു. രണ്ടുപേരും ഒരുപോലെ പ്രാധാന്യമുള്ളവർ തന്നെയെന്നു വിവക്ഷ. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭവതി നവാത്മാനമനഘം അധശേഷശേഷീത്യയമുഭയസാധാരണതയാ സ്ഥിതഃ സംബന്ധോ വാം സമരസ പരമാനന്ദപരയോः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.